ഹലോ, ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് അമ്പലങ്ങളിൽ പോയി വന്നാലോ? നമ്മൾ രാവിലെ പുലർച്ചെ ഒരു 3 മണിയായപ്പം ദേ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. നമ്മളൊരു 4 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തെത്തി. നമ്മൾ ചെന്ന സമയത്ത് നിർമ്മാല്യം നടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ നിർമ്മാല്യം കണ്ടു തരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ച് നല്ല സുന്ദരക്കുട്ടനായിട്ട് ഒരുക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മൾ അവിടുന്ന് തൊഴുത് കണ്ണനെ കണ്ട് പരാതിയെല്ലാം പറഞ്ഞ് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി. നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് അടുത്തടുത്ത അമ്പലങ്ങൾ പോകേണ്ടതാണ്. പിന്നെ നമ്മളതേ അടുത്ത അമ്പലത്തിലെത്തിയിരിക്കുക. ഇത് നമ്മുടെ കണിച്ചൂക്കുളങ്ങര ദേവീക്ഷേത്രമാണ്. ഞാനത് ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തൊഴുതിറങ്ങി നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ പോകുന്നു. പിന്നെ നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി, തിരുവിഴ മഹാദേവ ക്ഷേത്രം. നമുക്കതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇതേ ഇമ്പലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതാണ് തുറവൂർ മഹാദേവ ക്ഷേത്രം. ഇത് 4ാമത്തെ അമ്പലത്തിൽ അമ്പലം അടുത്തത് പോകുന്നത് തിരുവൈരാണിക്കുളത്തോട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞാനൊരു നെയ്റോസ്റ്റും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ചത്. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ, നല്ലൊരു ഹോട്ടലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് നമ്മുടെ ആലുവയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ്. ലക്ഷ്മിയാണെങ്കിൽ ലാസ്റ്റ് ക്ലിപ്പിൽ പറഞ്ഞേക്കുന്നത് നമ്മളടുത്ത് തിരുവൈരാണിക്കുളത്ത് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പോയത് ആലുവ മഹാദേവ ക്ഷേത്രത്തിലോട്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നതാണ് തിരുവൈരാണിക്കുളത്തേക്ക്. അങ്ങനെ നമ്മൾ അവസാനം തിരുവൈരാണിക്കുളത്ത് എത്തിയിരിക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറം തിരക്കായിരുന്നു. നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് പോലും ദേ ഈ കാണുന്ന തിരക്കെല്ലാം പാസ് എടുത്ത് വന്നവരുടെ ആയിരുന്നു. പറയാൻ പറ്റത്തില്ല, അത്ര നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ ക്യൂ ഒക്കെ താണ്ടി നമ്മൾ അമ്പലത്തിനുള്ളിലെത്തുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ തിരക്കെല്ലാം നമ്മൾ ഇടിയും അതും ഇതുമെല്ലാം കൊണ്ട് നമ്മൾ അമ്പലത്തിൽ നടയിൽ ചെന്നിട്ട് ദേവിയെ കാണുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ കണ്ണൊന്നും നിറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ നേരെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി കുറേ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ എത്തിയത് ചോറ്റാനിക്കര അമ്പലത്തിലോട്ടാണ്. അമ്പലത്തിനുള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അമ്പലത്തിന് പുറത്ത് ദേ ഇവനെ കണ്ടായിരുന്നു. ഇവൻ്റെ കുറേ വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവനൊരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചോറ്റാനിക്കരയിൽ നിന്ന് നേരെ തിരിച്ച് പുറത്തിറങ്ങി. തീർത്ഥാടനം കഴിഞ്ഞു. അതെ,
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു അമ്പലയാത്ര കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോയത്.